വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് മുതൽ നമ്മൾ VFAയുടെ ഒരു ക്ലാസ് ആരംഭിക്കുകയാണ്. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 30 ദിവസത്തെ ക്ലാസ് ആണ്. മാക്സിമം നമുക്കൊരു 45 ദിവസം വേണമെങ്കിൽ ആക്കാം. 30 ദിവസം കൊണ്ട് പ്രധാനപ്പെട്ട കുറേയധികം ടോപ്പിക്സുകൾ തീർക്കാം എന്നാണ് ടീച്ചർ വിചാരിക്കുന്നത്. സെപ്റ്റംബർ 19-നാണ് എക്സാം എന്ന് നിങ്ങൾക്ക് അറിയാലോ. ഫസ്റ്റ് അത് കഴിഞ്ഞാൽ ഒക്ടോബർ 17, പിന്നെ ഒക്ടോബർ 31. അപ്പോൾ LGSന്റെ ക്ലാസ് വളരെ ഭംഗിയായിട്ട് അവസാനിപ്പിക്കേണ്ട. LGS തുടക്കം മുതൽ, അതായത് നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തു, ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു, റിവിഷൻ ചെയ്തു, ഹോട്ട് ടോപ്പിക്സ് പഠിച്ചു. പക്ഷെ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നമുക്ക് VFAയുടെ ക്ലാസ്, കാരണം വളരെ കുറച്ച് ദിവസമേ നമ്മുടെ മുമ്പിലുള്ളൂ. പക്ഷെ ടീച്ചർ ഒരു കാര്യം പറയാം, എടുക്കുന്നത് ടീച്ചർ വളരെ ഭംഗിയായി നിങ്ങൾക്ക് എടുത്തു തീർക്കും. ഹോട്ട് ടോപ്പിക്സുകൾ, കുറച്ച് ഹോട്ട് ടോപ്പിക്സുകളെ നമ്മൾ പഠിക്കുന്നുള്ളൂ എങ്കിലും അത് വളരെ ഭംഗിയായിട്ട് നമ്മൾ പഠിച്ചു തീർക്കും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ തന്നെ നമ്മൾ പഠിച്ചു തീർക്കും. അതോടൊപ്പം തന്നെ പരമാവധി നിങ്ങൾക്ക് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, അതായത് മോക്ക് ടെസ്റ്റ് പോലെ, പ്രീവിയസ് ഇയറിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ മോക്ക് ടെസ്റ്റ് പോലെ തരാനായിട്ട് ശ്രമിക്കാം. സാധാരണ ഇപ്പൊ LGSനൊക്കെ ആണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാണ് ചെയ്യാറ്. ഇത് മോക്ക് ടെസ്റ്റുകൾ ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പൊ കുറച്ചും കൂടി അത് നന്നാവും എനിക്ക് തോന്നുന്നു. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോവാം. അതായത് LGSന്റെ കുട്ടികൾ, ടീച്ചറുടെ ഒപ്പം കൂടിയ കുട്ടികൾക്ക് അറിയാം നമ്മൾ എങ്ങനെയാണ് ക്ലാസ് മുന്നോട്ട് പോയിരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ പ്രിന്റഡ് നോട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളും ഒന്നുമില്ല. നമ്മൾ ഡെയിലി ക്ലാസ് എടുക്കും. ക്ലാസ് നിങ്ങൾക്ക് എഴുതിയെടുക്കാം. അതുപോലെ തന്നെ ആ ക്ലാസ് ഞാൻ ടെലിഗ്രാം ചാനലിലും അപ്ലോഡ് ചെയ്യാറുണ്ട്. അത് നിങ്ങൾക്ക് കാണാത്തവർക്ക് ഇപ്പോൾ ചാനൽ വഴി നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇനി എന്താ പറയാ, എല്ലാ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം അങ്ങനെ എല്ലാ ഭാഗങ്ങളും ഒന്നും നമുക്ക് കവർ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, GK ഭാഗങ്ങൾ പരമാവധി, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങൾ പരമാവധി ടീച്ചർ തീർക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ആദ്യം എന്താ പറയാ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്നത്തെ ഒരു എങ്ങനെയാണ് നമ്മൾ ക്ലാസ് മുന്നോട്ട് പോവുക, ഫസ്റ്റ് ക്ലാസ് അല്ലേ, നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ എങ്ങനെ ടീച്ചറുടെ ക്ലാസ് മുന്നോട്ട് പോകണമെന്ന് അറിയാനായിട്ട് ഒരു ചെറിയ ടോപ്പിക്ക് പഠിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ വിദേശാധിപത്യത്തിന്റെ തുടക്കം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോ ആധുനിക ഇന്ത്യ ചരിത്രത്തിന് തുടക്കം കുറിച്ചത് എന്താണ് എന്ന് ചോദിച്ചാൽ, ആധുനിക ഇന്ത്യ ചരിത്രത്തിന് തുടക്കം കുറിച്ചത് യൂറോപ്യന്മാരുടെ വരവാണ്. അപ്പൊ യൂറോപ്യന്മാരുടെ വരവാണ് ആധുനിക ഇന്ത്യ ചരിത്രത്തിന് തുടക്കം കുറിക്കുന്നത്. അങ്ങനെ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യന്മാർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും പോർച്ചുഗീസുകാരാണ്. ആരാണ്? പോർച്ചുഗീസുകാരാണ്. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യർ ആരാണ്? പോർച്ചുഗീസുകാരാണ്. ആദ്യത്തെ യൂറോപ്യൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാസ്കോഡഗാമയാണ്. ഇപ്പൊ പോർച്ചുഗീസുകാര് ഇന്ത്യയിൽ വന്നത് 1498-ലാണ്. പോർച്ചുഗീസുകാരുടെ മറ്റൊരു പേര് എന്ത് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ പറങ്കികൾ എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിക്കാറുണ്ട്. പോർച്ചുഗീസുകാരാണ്. 463 വർഷം അവർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. 1961-ലാണ് അവർ ഇന്ത്യ വിട്ടുപോയത്. പോർച്ചുഗീസുകാർക്ക് ശേഷം പിന്നെ ഇന്ത്യയിൽ വന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡച്ചുകാരാണ് പിന്നെ ഇന്ത്യയിൽ വന്നത്. 1602-ലാണ്. ഡച്ചുകാരെ നമ്മൾ ലന്തക്കാർ എന്നാണ് വിളിക്കുന്നത്. ഡച്ചുകാർ ലന്തക്കാരാണ്. ഇവർ വന്നിട്ട് ആദ്യം തന്നെ തിരിച്ചു പോയത് ആരാണ്? ആദ്യം തിരിച്ചു പോയത് ആരാണ്? ഡച്ചുകാരാണ്. പിന്നെ ഇംഗ്ലീഷുകാർ വരുവാണ്. അല്ലെ, ഇംഗ്ലീഷുകാരാണ് വരുന്നത്. അവർ 1600-ലാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. ഇംഗ്ലീഷുകാരെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? വെള്ളക്കാർ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ ശീമക്കാർ എന്നും വിളിക്കാറുണ്ട് കേട്ടോ. ഇനി അടുത്തത് വന്നത് ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ വന്നത് 1664-ലാണ്. ഫ്രഞ്ചുകാരെ നമ്മൾ വിളിക്കുന്നത് പരംദ്രീസുകാർ എന്നാണ്. പരംദ്രീസുകാർ. ഇനി ഇതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഗ്രീക്കുകാർക്കും ഒരു പേരുണ്ട്. ഗ്രീക്കുകാരെ നമ്മൾ വിളിക്കുന്നത് യവനന്മാർ എന്നാണ്. അപ്പൊ യവനന്മാർ എന്നറിയപ്പെടുന്ന ആരാണ്? ഗ്രീക്കുകാരാണ്. അപ്പോ ആധുനിക ഇന്ത്യക്ക് തുടക്കം കുറിച്ചത്, ആധുനിക ഇന്ത്യ ചരിത്രത്തിന് തുടക്കം കുറിച്ചത് യൂറോപ്യന്മാരുടെ വരവാണ്. ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള യൂറോപ്യന്മാരെയാണ് നമ്മൾ ഓരോരുത്തരായിട്ട് പഠിച്ചത്. പോർച്ചുഗീസുകാർ വന്നു, പിന്നെ ഡച്ചുകാർ വന്നു, പിന്നെ ഇംഗ്ലീഷുകാർ വന്നു,
വന്നു, പിന്നെ ഫ്രഞ്ചുകാർ വന്നു, അവസാനം അല്ലെ എന്താ പറയുന്നത് 1961 ആര് ഇവിടുന്ന് പോയി? 463 വർഷത്തെ ഇന്ത്യയിലെ ജീവിതത്തിന് ശേഷം അവര് എന്താണ് പോർച്ചുഗീസുകാർ ഇവിടുന്ന് പോവാണ്. ഇനി നമ്മൾ ഇന്ത്യയിൽ ആദ്യം വന്നിട്ടുള്ള, ഇന്ത്യയിൽ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ ആര് എന്ന് ചോദിച്ചപ്പോ ടീച്ചർ പറഞ്ഞു നേരത്തെ വാസ്കോഡ ഗാമ. വാസ്കോഡ ഗാമയാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ എത്തിയത് അല്ലെ. അപ്പൊ വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത് ആരാണ്? ഒരു രാജാവാണ്. അദ്ദേഹത്തിന്റെ പേര് എന്താണ്? അദ്ദേഹത്തിന്റെ പേര് ഡോം മാനുവൽ ഒന്നാമൻ. ഡോം മാനുവൽ ഒന്നാമൻ എന്ന് പറയുന്ന അദ്ദേഹം ഇന്ത്യയിലേക്ക് വാസ്കോഡ ഗാമയെ പറഞ്ഞയച്ചത് എന്തിനാണ്? ചോദിക്കാം. ഇന്ത്യയിലേക്ക് ഒരു പുതിയ വാണിജ്യ മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യമായിരുന്നു ഒന്നാമത്തത്. രണ്ടാമത്തത് പൗരസ്ത്യ ദേശങ്ങളുമായി വാണിജ്യം വികസിപ്പിക്കുക. അപ്പൊ ഇന്ത്യയിലേക്ക് എന്താണ്? ഒരു പുതിയ വാണിജ്യ മാർഗം കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം. ഇനി വാണിജ്യ മാർഗം കണ്ടെത്തിയാൽ പിന്നെ എന്ത് ചെയ്യാം? മറ്റു ദേശങ്ങളുമായിട്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാണിജ്യം വികസിപ്പിക്കാം. പുതിയ വാണിജ്യ മാർഗം കണ്ടെത്തിയ വാണിജ്യം വികസിപ്പിക്കാം. ഈ രണ്ട് ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഡോം മാനുവൽ രാജാവ് വാസ്കോഡ ഗാമയെ ഇങ്ങോട്ട് പറഞ്ഞയക്കുന്നത്. അദ്ദേഹം 1497 പോർച്ചുഗലിന്റെ തലസ്ഥാനമായ ലിസ്ബൺ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് സെന്റ് ഗബ്രിയൽ എന്ന് പറയുന്ന കപ്പലിലാണ് ഇന്ത്യയിലേക്ക് ആര് യാത്ര തിരിച്ചത്? ഗാമ യാത്ര തിരിച്ചത്. അതിനുശേഷം അദ്ദേഹം 1498 മെയ് മാസം 20-ാം തീയതി കോഴിക്കോട് ചേമഞ്ചേരി പഞ്ചായത്ത്, കോഴിക്കോട് ജില്ലയിലെ ചേമഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാട്, എവിടെയാണ്? കാപ്പാടിനടുത്ത്, കാപ്പാട് പന്തലായനി കടപ്പുറത്ത് ആരെത്തുന്നു? പന്തലായനി കടപ്പുറത്ത് ആരെത്തുകയാണ്? നമ്മുടെ വാസ്കോഡ ഗാമ എത്തുകയാണ് കേട്ടോ. ലിസ്ബണിലെ ഏത് തുറമുഖത്ത് നിന്നാണ് അദ്ദേഹം യാത്ര തിരിച്ചത് എന്ന് ചോദിച്ചാൽ ലിസ്ബണിലെ ബേലം എന്ന് പറയുന്ന തുറമുഖത്ത് നിന്നാണ് അദ്ദേഹം യാത്ര തിരിച്ചത്. ഗാമയുടെ കപ്പൽ വ്യൂഹത്തിൽ വേറെ 2 കപ്പലുകൾ ഉണ്ടായിരുന്നു. ഒരു കപ്പലിന്റെ പേര് സെൻ റാഫേൽ എന്നായിരുന്നു. അടുത്ത കപ്പലിന്റെ പേര് ബെറിയോ എന്നായിരുന്നു. അപ്പൊ റാഫേൽ, ബെറിയോ എന്നീ 2 കപ്പൽ കൂടിയും അദ്ദേഹത്തിന്റെ കപ്പൽ വ്യൂഹത്തിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം. ഇനി ഇദ്ദേഹം ഇവിടെ വന്നു. അതിനുശേഷം ഗാമ ലിസ്ബണിലേക്ക് 1498 തന്നെ തിരിച്ചു പോവുകയും 99 അവിടെ എത്തുകയും ചെയ്യുന്നു. അതിനുശേഷം രണ്ടാമത് 1502 ഗാമ വീണ്ടും വരുന്നു. അപ്പൊ ആദ്യം വന്നു എപ്പോ? 1498. പിന്നെ അദ്ദേഹം വന്നു 1502. മൂന്നാമത് അദ്ദേഹം വന്നു 1524. അപ്പോഴും വന്നു 1524 എന്താക്കി? ഗാമയെ പോർച്ചുഗീസ് വൈസ്രോയി ആക്കി 1524. ഇനി അടുത്തത് 1524 ഡിസംബർ മാസം 24-ാം തീയതി കൊച്ചിയിൽ വെച്ച് ഗാമ മരണമടയാണ് കേട്ടോ. കൊച്ചിയില് ഗാമയെ അടക്കം ചെയ്തത് കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് ചർച്ചിലാണ്. കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് ചർച്ചിൽ ഗാമയെ അടക്കം ചെയ്യുകയും ചെയ്തു. എന്നാൽ 1539 ആയപ്പോ ഗാമയുടെ ഭൗതിക ശരീരം അവർ വീണ്ടും ലിസ്ബണിലേക്ക് കൊണ്ടുപോകുകയും അവിടുത്തെ ജെറോണമിസ് എന്ന് പറയുന്ന കത്തീഡ്രലിൽ അത് അടക്കം ചെയ്യുകയും ചെയ്തു എന്ന് പറയാം. ഇനി ഇന്ത്യ സമുദ്രത്തിലെ കപ്പിത്താൻ എന്ന് ഗാമയെ വിശേഷിപ്പിക്കുന്നുണ്ട്. അഡ്മിറൽ ഓഫ് ഇന്ത്യൻ ഓഷ്യൻ അല്ലെങ്കിൽ ഇന്ത്യ സമുദ്രത്തിലെ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഗാമയാണ്. അദ്ദേഹത്തെ അങ്ങനെ വിളിച്ചത് മാനുവൽ രാജാവാണ്. അതുപോലെ വാസ്കോഡ ഗാമ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഗോവയിലാണ്. ഇനി ഗാമയ്ക്ക് ശേഷം രണ്ടാമതായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസുകാരനാണ് പെഡ്രോ അൽവാരിസ് കബ്രാൾ എന്ന് പറയുന്ന ആള് എത്തി. രണ്ടാമത് അദ്ദേഹം എത്തി. ഇനി ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം കൊച്ചിയിൽ ഇദ്ദേഹം എന്ത് സ്ഥാപിച്ചു എന്നാ പറയുന്നത്?
പണ്ടകശാല, കൊച്ചിയിൽ പണ്ടകശാല നിർമ്മിച്ച വൈസ്രോയിയാണ് കബ്രാൾ എന്ന് മനസ്സിലാക്കാം. സാമൂതിരിയുമായിട്ട് വ്യാപാരബന്ധം കബ്രാളിന്റെ ഒരു പ്രതിനിധി ഉണ്ടാക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പേര് ജെയിംസ് കൊറിയ എന്ന് പറയുന്ന വ്യക്തിയാണ്. ജെയിംസ് കൊറിയ എന്നതാണ്. ക്ലിയർ ആയില്ല? ഇന്ത്യയിൽ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയ വ്യക്തിയാണ് ജെയിംസ് കൊറിയ എന്ന് പറയുന്നത്. ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ ആരുടെ പേര് പറയണം? കബ്രാളിന്റെ പേര് പറയണം. അതിനുശേഷം പിന്നെ വന്ന ആള് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഫ്രാൻസിസ്കോ ഡി അൽമേഡ എന്ന് പറയുന്ന ആളാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയ് ആരാണ്? ഇദ്ദേഹം 1505 പോർച്ചുഗീസ് വൈസ്രോയ് ആയിട്ട്. ഗാമയുമായിട്ടുണ്ട് എന്ന് പറഞ്ഞു, പക്ഷെ അദ്ദേഹത്തിന് മുമ്പായി. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയ് ആരാണ്? അൽമേഡയാണ് എന്ന് മനസ്സിലാക്കാം. 1505 കണ്ണൂരിൽ സെന്റ് ആഞ്ചലോസ് കോട്ട സ്ഥാപിച്ചത് അൽമേഡയാണ്. സെന്റ് ആഞ്ചലോസ് കോട്ട, സെന്റ് ആഞ്ചലോസ് ഫോർട്ട് എവിടെ സ്ഥാപിച്ചു? കണ്ണൂരിൽ സ്ഥാപിച്ചത് ആരാണ്? അൽമേഡയാണ്. ഇനി അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു നയമാണ് ബ്ലൂ വാട്ടർ പോളിസി അഥവാ നീല ജല നയം. ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ആരാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അദ്ദേഹം അഞ്ചി ദ്വീപ്, കണ്ണൂര്, മലാക്ക, കൊച്ചി എന്നിവിടങ്ങളിൽ കോട്ടകൾ ബലപ്പെടുത്തുകയും പുതിയ കോട്ടകൾ നിർമ്മിക്കുകയും ഒക്കെ ചെയ്യേണ്ടായി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിനുശേഷം പിന്നെ വന്നിട്ടുള്ള ആള് അൽഫോൺസ ഡി അൽബൂക്കർക്കാണ്. അൽഫോൺസ ഡി അൽബൂക്കർക്കാണ് പിന്നീട് വന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പോ ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ശ്രമിച്ച ആളാണ്. അപ്പൊ പോർച്ചുഗീസുകാരുടെ സാമ്രാജ്യം കെട്ടിപ്പടുത്താൻ ശ്രമിച്ചത് അൽബൂക്കർക്കാണ്. പോർച്ചുഗീസുകാരിൽ പ്രഗൽഭനാര് അതുപോലെ തന്നെ ശക്തനാര് എന്നൊക്കെ ചോദിച്ചാൽ, ശക്തനായിട്ടുള്ള വൈസ്രോയി ആരെന്നൊക്കെ ചോദിച്ചാൽ അൽബൂക്കർക്കിന്റെ പേരാണ് പറയുന്നത്. 1510 ബീജാപ്പൂർ സുൽത്താൻമാരിൽ നിന്ന് ഗോവ പിടിച്ചടക്കിയത് ആരാണ്? അൽബൂക്കർക്കാണ്. പോർച്ചുഗീസുകാരുടെ ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയതും ആര് തന്നെയാണ്? അൽബൂക്കർക്ക് തന്നെയാണ്. ഇനി 1503 ഇദ്ദേഹം എറണാകുളം മുനമ്പം ചിറായിൽ അല്ലെ, അവിടെ മാനുവൽ കോട്ട പണിതുകയും ചെയ്തു. ആര്? അൽബൂക്കർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയാണ് മാനുവൽ കോട്ട. ഈ മാനുവൽ കോട്ട ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയാണ്. ഇത് അറിയപ്പെടുന്ന മറ്റു പേരുകൾ പള്ളിപ്പുറം കോട്ട, അയക്കോട്ട എന്നൊക്കെയാണ്. പള്ളിപ്പുറം കോട്ട, അയക്കോട്ട. ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതി എന്ത് ചോദിച്ചാലും ഏത് തന്നെയാണ് നമ്മൾ പറയേണ്ടത്? മാനുവൽ കോട്ട, പള്ളിപ്പുറം കോട്ട അല്ലെങ്കിൽ അയക്കോട്ട എന്നൊക്കെ തന്നെ പറയണം. ഇന്ത്യയിൽ മിക്സഡ് കോളനി സിസ്റ്റം, പോർച്ചുഗീസുകാരും കേരളീയരുമായിട്ടുള്ള തമ്മിലുള്ള വിവാഹം അല്ലെ നടത്താൻ അദ്ദേഹം മിക്സഡ് കോളനി സിസ്റ്റം എന്ന് പറയുന്ന ഒരു നയം ആര് കൊണ്ടുവന്നു എന്നാ പറയണേ? അൽബൂക്കർക്ക് കൊണ്ടുവന്നു. അപ്പൊ ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനിവൽക്കരണത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? നമ്മുടെ അൽബൂക്കർക്കാണ്. കോഴിക്കോട് നഗരത്തെ ആക്രമിച്ചതും അൽബൂക്കർക്കാണ് എന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഇനി അടുത്തത്, ഇന്ത്യയിലെ സതി നിരോധിക്കാനും നാണയ സമ്പ്രദായം ഏർപ്പെടുത്താനും ഒക്കെ മുൻകൈ എടുത്ത വ്യക്തിയാണ്. വിദ്യാലയങ്ങളൊക്കെ സ്ഥാപിക്കാനൊക്കെ മുൻകൈ എടുത്തിട്ടുണ്ട് ആര്? അൽബൂക്കർക്ക് എന്ന് ഓർത്തു വെക്കുക. ഇന്ത്യയിലെ പോർച്ചുഗീസുകാരുടെ പ്രധാന കേന്ദ്രം ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ ഗോവയാണ്. അപ്പൊ ഗോവയിൽ നിന്ന് അവർ പോയില്ലേ? ഗോവയെ പോർച്ചുഗീസുകാരിൽ നിന്ന് മോചിപ്പിച്ചത് 1961 അതിന്റെ പേര് ഓപ്പറേഷൻ വിജയ് എന്നാണ്. ഓപ്പറേഷൻ വിജയ്. ഇന്ത്യയിൽ നിന്ന് പോയ അവസാന യൂറോപ്യൻ ശക്തിയാണ് ആര്? പോർച്ചുഗീസുകാര്. ഇന്ത്യയിൽ ആദ്യമായി 1556 ഗോവയിൽ പോർച്ചുഗീസുകാർ എന്തും നിർമ്മിക്കുകയുണ്ടായി? ഒരു അച്ചടിശാലയും നിർമ്മിക്കുകയുണ്ടായി എന്ന് ഓർത്തു വയ്ക്കുക. അതിനുശേഷം ഗോവ കഴിഞ്ഞാൽ പിന്നെ അവർ
തഞ്ചാവൂർ, കൊച്ചി, അതുപോലെ തന്നെ വൈപ്പിൻ എന്നിവിടങ്ങളിലും അച്ചടിശാലകൾ ആരംഭിക്കുകയുണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ക്ലിയർ ആയില്ലോ? അടുത്തത് ഇന്ത്യയിൽ പുകയില കൃഷി ആരംഭിച്ചത് ആര് എന്ന് ചോദിച്ചാൽ പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ കൈതച്ചക്ക, അതുപോലെ തന്നെ ഇന്ത്യയിലെ കശുമാവ് ഇനി ടീച്ചർ എഴുതണില്ല, അടയ്ക്ക, പപ്പായ, പേരയ്ക്ക, അമര, തണ്ണിമത്തൻ എന്നിവ കൊണ്ടുവന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ പള്ളി ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം സെന്റ് ഫ്രാൻസിസ് ചർച്ച് ആണ്. ഏതാണ്? സെന്റ് ഫ്രാൻസിസ് ചർച്ച് ആണ്. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലേക്കുള്ള പ്രധാനപ്പെട്ട സംഭാവനയാണ് ചവിട്ട് നാടകം. ഈ കലാരൂപത്തെ ഒരു ജനകീയ കലയായി ഉയർത്തിക്കൊണ്ടുവന്ന വിദേശികൾ ആരാണ്? പോർച്ചുഗീസുകാരാണ്. ക്ലിയർ ആയില്ലേ? അപ്പോ അടുത്തത് നമ്മളോട് ചോദിക്കാറുണ്ട്, പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമന് സ്ത്രീധനമായി നൽകിയ ഇന്ത്യയിലെ പ്രദേശം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോംബെ ദ്വീപാണ്. ഏതാണ്? ബോംബെ ഐലൻഡ് ആണ് എന്നും കൂടി നമ്മൾ ഓർത്തു വെക്കണം. അപ്പോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താ പറയുന്നത്, പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാ പറഞ്ഞേ. അതുപോലെ തന്നെ പോർച്ചുഗീസുകാരിൽ നിന്ന് മലയാളത്തിൽ ലഭിച്ച പദങ്ങളാണ് ലേലം, അതുപോലെ തന്നെ അലമാരി, അതും അലമാര അല്ലെ, അലമാര എന്ന് പറയും. ഫാക്ടറി, വികാരി, ബെഞ്ച്, ചാവി, റാന്തല്, മുറം, ജനല്, വിജാഗിരി, കൊന്ത, കുശിനി, പതക്കം, മേശ, ചായ, വരാന്ത, അതുപോലെ കുംഭസാരം, കസേര, മേസ്തിരി തുടങ്ങിയവ. അപ്പൊ ഇങ്ങനെയാണ്, ഇതേ രീതിയിലാണ് നമ്മള് പോർച്ചുഗീസുകാരെ നമ്മൾ എങ്ങനെ പഠിച്ചോ ഇതേ രീതിയിൽ അടുത്ത ഓരോ ദിവസവും ക്ലാസ്സുകൾ നമ്മൾ തുടരുന്നതായിരിക്കും. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ട്രയൽ എന്ന രീതിയിൽ ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുക. അങ്ങനെ ഈ പഠനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ടീച്ചറുടെ ക്ലാസ് നിങ്ങൾ ഫോളോ ചെയ്യുക, ടീച്ചർ എന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യൂട്ടാ.